കുട്ടികളുടെ വായനയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. അതെ, കുട്ടികളുടെ വായനയിലേക്കുള്ള യാത്ര സ്കൂളിൽ നിന്നല്ല, ജനിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നു. അപ്പോ എന്താണ് ഈ ഏർലി ലിറ്ററസി? ശരിക്കും വായിക്കാനും എഴുതാനും തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണിത്. ജനനം മുതൽ കുട്ടികളിൽ വളരുന്ന ഈ കഴിവുകളാണ് പിന്നീട് വായിക്കാനും എഴുതാനും അവരെ സഹായിക്കുന്നത്. നല്ല വായനാശീലമുള്ള കുട്ടികൾക്ക് വാക്കുകൾ കൂടുതൽ അറിയാം. സ്കൂളിലും അവർ മിടുക്കരായിരിക്കും. വായനയുടെ അടിസ്ഥാനം ഈ കഴിവുകളാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യത്തേത് നോക്കാം. അതായത് ചുറ്റുമുള്ള അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ഒരർത്ഥമുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്ന നിമിഷം. അക്ഷരങ്ങൾക്ക് നിയമങ്ങളുണ്ടെന്ന് അവർ പതിയെ പഠിച്ചു തുടങ്ങും. ഇടത്തുനിന്ന് വലത്തോട്ട് വായിക്കണമെന്നൊക്കെ. പിന്നെയാണ് അടുത്ത ഘട്ടം, ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ രൂപവും ശബ്ദവുമുണ്ടെന്ന തിരിച്ചറിവ്. ശരി, അപ്പോ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഈ യാത്ര എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. കേൾക്കുന്നതിൽ നിന്നും സംസാരിക്കുന്നതിലേക്കും പിന്നെ എഴുത്തിലേക്കും. ഇതിന്റെ തുടക്കം പലപ്പോഴും പരീക്ഷണാത്മക എഴുത്തിലൂടെയാണ്. അതായത് അവരുടെ ആദ്യത്തെ കുത്തിവരകളിലൂടെ. വെറും കുത്തിവരകൾ പതിയെ ആദ്യത്തെ അക്ഷരങ്ങളായി മാറാൻ തുടങ്ങുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചർ ആരാണെന്നറിയാമോ? അത് നിങ്ങൾ തന്നെയാണ്. കുട്ടിയെ പരിപാലിക്കുന്ന ഓരോരുത്തരും. അവരെ സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് വായിച്ചു കൊടുക്കാം, കഥകൾ പറയാം, പാട്ടുകൾ പാടാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രയും വേഗത്തിൽ അവർ വായനയുടെ ലോകത്തേക്കെത്തും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ വായനാശേഷി പൂർണ്ണമായി വികസിപ്പിക്കാൻ ഒരു നല്ല സാഹചര്യം ഒരുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോ ഇന്ന് ഏത് കഥയാണ് നിങ്ങൾ അവരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്? Goodbye.